أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിൻ്റെ, ഇസ്ലാമിൻ്റെ അതിമഹത്തായ സവിശേഷതകൾ ഉൾക്കൊള്ളുന്ന സൂറത്ത് അസ്-സജദയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഇങ്ങനെയൊരു സൂറത്ത് പഠിക്കാനും അത് ആഴത്തിൽ പരമാവധി മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അവസരം നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമ്മൾ ആദ്യമായി സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. കാരണം ഒരുപാട് ആളുകൾ ഈ അനുഗ്രഹത്തിലേക്ക് ഈ ഭൂമിയിൽ ഇനിയും കടന്നു വന്നിട്ടില്ല. സത്യവിശ്വാസികളായ ആളുകൾ പോലും വിശുദ്ധ ഖുർആൻ പഠിക്കുന്നിടത്ത് വലിയ താല്പര്യം കാണിച്ചു തുടങ്ങിയിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഖുർആൻ പഠിക്കാൻ സന്മനസ്സു കാണിച്ച നിങ്ങളെ ആദ്യമായി ആശംസിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൽക്കർമ്മം നമ്മളിൽ നിന്ന് സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്ത് അസ്-സജദ, സുജൂദ്, പ്രണാമം, മനോഹരമായ ഒരു നാമമാണത്. പവിത്രമായ ഒരു കർമ്മമാണത്. മനുഷ്യൻ തൻ്റെ റബ്ബിൻ്റെ മുമ്പിൽ തൻ്റെ ശിരസ്സും നെറ്റിത്തടവും വളരെ വിനയത്തോടുകൂടി സമർപ്പിക്കുന്ന, സുജൂദിൽ വീഴുന്ന ഒരു കാഴ്ച, ഏറ്റവും മനോഹരമായ ഒരു ഇബാദത്ത്. അള്ളാഹുവിൻ്റെ ഒരു അടിമ സുജൂദിൽ വീഴുമ്പോഴാണ് അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് സുജൂദ് നമുക്ക് ആത്മാഭിമാനത്തിൻ്റെയും ഒപ്പം വിനയത്തിൻ്റെയും പ്രകടമായ ഒരു സാക്ഷ്യമാണ്. നാം അള്ളാഹുവിലേക്ക് തല കുനിക്കുമ്പോഴാണ് ആത്മാഭിമാനത്തോടു കൂടി നമ്മൾ ജീവിതത്തിൽ തല ഉയർത്തുന്നത്. ഭൂമിയിൽ തല ഉയർത്തി നിൽക്കാൻ ഈമാനികമായി ആത്മാഭിമാനമുള്ള ഒരേ ഒരു വിഭാഗം, അത് വിശ്വാസികളാണ്. അതിനവരെ പ്രേരിപ്പിക്കുന്ന, കാരണമാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം അത് സുജൂദാണ്. അതൊരു ചെറിയ കാര്യമല്ല. 4 വിധത്തിലുള്ള സുജൂദുകളുണ്ട്. നമസ്കാരത്തിൽ നമുക്കറിയുന്ന സുജൂദ്, അതുപോലെ നമസ്കാരത്തിൽ തെറ്റുപറ്റിയാലുള്ള സഹുവിൻ്റെ സുജൂദ്, ഖുർആൻ പാരായണം ചെയ്യുമ്പോഴുള്ള തിലാവത്തിൻ്റെ സുജൂദ്, ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ വരുമ്പോൾ നമ്മൾ നടത്തുന്ന ശുക്റിൻ്റെ സുജൂദ്. ഇതെല്ലാം തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അനുവദിച്ചിട്ടുള്ളതാണ്. വിശ്വാസികൾ റബ്ബിൻ്റെ മുമ്പിലേ സുജൂദിൽ വീഴാവൂ. അവരുടെ ഉന്നതമായ ശിരസ്സും നെറ്റിത്തടവും അവർ മറ്റാരുടെ മുമ്പിലും സമർപ്പിക്കുകയില്ല. അത് അവരുടെ വിശ്വാസികളുടെ സവിശേഷമായ ഒരു ഗുണമായിട്ടാണ് ഇസ്ലാം പരിചയപ്പെടുന്നത്. നമ്മുടെ ഈ സൂറത്തു സജദയിലെ 15-ാമത്തെ സൂക്തത്തിൽ നമ്മുടെ സൂക്തങ്ങൾ ഉപദേശിക്കപ്പെടുമ്പോൾ സുജൂദിൽ വീഴുന്നവർ ഖർറു സുജ്ജദൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അള്ളാഹുവിനെക്കുറിച്ച് പറയപ്പെടുമ്പോൾ, അള്ളാഹുവിനെക്കുറിച്ച് അനുസ്മരിക്കപ്പെടുമ്പോൾ, ഉത്ബോധിപ്പിക്കപ്പെടുമ്പോൾ അങ്ങനെ സുജൂദിലേക്ക് വീഴുന്നവരെന്ന ഒരു വിശേഷണം വിശ്വാസികളെപ്പറ്റി 15-ാമത്തെ ആയത്തിൽ പറഞ്ഞതിൽ നിന്നാണ് ഈ സൂറത്ത് സജദ, പ്രണാമം എന്ന് പേര് കിട്ടിയത് എന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. സുജൂദ് അഥവാ പ്രണാമം എന്ന് പറയുന്നത് മഹത്തായ ഒരു ഇബാദത്താണ്. നാഥന് ഇഷ്ടമുള്ള ഒരു ഇബാദത്താണ്. കഅബയിലെ തവാഫ്,
സുജൂദ്, റുക്കോഴ് നമസ്കാരത്തിൽ, ഇതൊക്കെ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഇബാദത്തിൻ്റെ വ്യത്യസ്തമായ രൂപങ്ങളാണ്. നമ്മൾ ഒരുപാട് സുജൂദുകൾ ചെയ്യണം, ഒരുപാട് സുജൂദുകൾ, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സുജൂദുകൾ. ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യുന്ന എല്ലാ സുജൂദുകളും അള്ളാഹു നമ്മളിൽ നിന്ന് ഇഖ്ലാസോടുകൂടി ഖബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. സൂറത്തു സജദ എന്ന ഒരു നാമത്തിന് പുറമെ അലിഫ് ലാം മീം തൻസീൽ എന്ന് പറയുന്ന ആദ്യത്തെ ആയത്തിൻ്റെ ഭാഗങ്ങൾ ഇതിൻ്റെ പേരായി വന്നിട്ടുണ്ട്. സൂറത്തുൽ മലാജിഅ് അതുപോലെയുള്ള പേരുകൾ വേറെയുമുണ്ട്. ഈ സൂറത്തിൻ്റെ ശ്രേഷ്ഠതകൾ എന്താണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമുഅ ദിവസത്തെ ഫജ്ർ നമസ്കാരത്തിൽ സൂറത്ത് അസ്സജദയും ഹൽ അതാ അലൽ ഇൻസാൻ എന്ന് പറയുന്ന ഭാഗങ്ങളും ഖുർആൻ പാരായണം ചെയ്തിരുന്നതായി ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്തു സജദയും അതുപോലെ തബാറക്കയും ഓതാതെ ഉറങ്ങാറുണ്ടായിരുന്നില്ല എന്ന് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയും പറയുന്നുണ്ട്. സൂറത്തു സജദ വിശുദ്ധ ഖുർആനിലെ 32-ാമത്തെ അധ്യായമാണ്. 30 സൂക്തങ്ങളാണ് ഇതിൽ ഉള്ളത്. ഇത് മക്കിയാണ്, അഥവാ ഹിജ്റയ്ക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഹിജ്റയുടെ ഏകദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പലായനം ചെയ്യുന്നതിൻ്റെ മുമ്പായി മക്കയുടെ മധ്യഘട്ടത്തിലാണ് ഇതിൻ്റെ അവതരണമെന്ന് മുഫസ്സിറുകൾ പറയുന്നുണ്ട്. ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിലെ ചില ആയത്തുകൾ മദീനയിലാണ് അവതരിപ്പിക്കപ്പെട്ടത് എന്നും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ സൂറത്തു സജദയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്? എന്താണ് അതിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ ഉള്ളടക്കം, അതിലെ പ്രതിപാദ്യ വിഷയങ്ങൾ? ഇസ്ലാമിൻ്റെ അടിസ്ഥാനമായ തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, പ്രത്യേകിച്ച് മക്കീ സൂറകളിൽ അഥവാ ഹിജ്റയ്ക്ക് മുമ്പുള്ള സൂറകളിൽ ഖുർആൻ ഊന്നിയിട്ടുള്ളതും ഈ 3 വിഷയങ്ങളാണ്. അതോടൊപ്പം അള്ളാഹുവിൻ്റെ മഹത്വങ്ങളെക്കുറിച്ച്, അള്ളാഹുവിൻ്റെ കഴിവുകളെക്കുറിച്ച് പലയിടത്തായി ഈ സൂറത്തിൽ കടന്നു വരുന്നുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് ഈ ഖുർആനൊക്കെ വിചിത്രവാദങ്ങളാണ്, അത് മുഹമ്മദ് സ്വന്തം ഉണ്ടാക്കുന്നതാണ്. ഇത്തരം ആരോപണങ്ങൾക്ക് അക്കമിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല മറുപടി പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ മറുപടിയുടെ സംവാദത്തിൻ്റെ ശൈലി അത് വളരെ ഉന്നതമായ രൂപത്തിൽ ബുദ്ധിയോട് സംവദിക്കുന്നതാണ്. വെറുതെ ഉള്ള വെല്ലുവിളികളല്ല അത്. അപ്പോൾ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ പറ്റി പറഞ്ഞുകൊണ്ട് അള്ളാഹു സത്യമാണ്, ഖുർആൻ സത്യമാണ്, പ്രവാചകൻ സത്യമാണെന്ന് ബോധിപ്പിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് മനുഷ്യൻ്റെ അസ്തിത്വം? മനുഷ്യ, നീ നിന്നെപ്പറ്റി ചിന്തിക്കുക. അതിൻ്റെ തുടക്കം എങ്ങനെയാണ്? അതിൻ്റെ ഉള്ളടക്കം എന്താണ്? അതിൻ്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. ഇതൊക്കെ തെളിവാകുന്നത് തൗഹീദിനാണോ അതല്ല നിങ്ങൾ പറയുന്ന ശിർക്കിനാണോ? നിങ്ങൾ പൂജിച്ചു കൊണ്ടിരിക്കുന്ന കല്ലുകൾ, ബിംബങ്ങൾ, അതിനെ സ്ഥാപിക്കുന്നതാണോ ഈ പറയുന്ന പ്രപഞ്ചം, മനുഷ്യൻ്റെ സൃഷ്ടിപ്പ്, അവൻ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഇസ്ലാമിൻ്റെ പരലോക വിശ്വാസത്തെ വളരെ യുക്തിപൂർവമാണ് ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിക്കുന്നത്. മക്കയിലെ അവിശ്വാസികളുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ യാത്രകളിൽ, കാഫിലകളിൽ, കച്ചവട സഞ്ചാര പാതകളിൽ കടന്നു പോകുമ്പോൾ അതിൽ നശിപ്പിക്കപ്പെട്ട ഒരുപാട് തലമുറകളുടെ കഥകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചരിത്ര അവശിഷ്ടങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അറിയാവുന്നതുപോലെ ആദിൻ്റെ, സമൂദിൻ്റെ തകർക്കപ്പെട്ട ചരിത്ര ഇടങ്ങളിലൂടെ, അങ്ങനെയുള്ള പുരാതന നാഗരികതയുടെ അവശിഷ്ടങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? എന്തുകൊണ്ടാണ് അവ നാമാവശേഷമായി പോയത്? അവർക്കും ഇതുപോലെ പ്രവാചകൻ വന്നിരുന്നു, നിരന്തരം അവരെ ഉത്ബോധിപ്പിച്ചിരുന്നു. പക്ഷെ അവർ ദൗർഭാഗ്യവശാൽ ആ പ്രവാചകന്മാരെ കളവാക്കിയതുകൊണ്ട് അവരിന്ന് ഭൂമിയിൽ ഇല്ല, മുച്ചൂടും നശിപ്പിക്കപ്പെട്ടു. ഇവിടെ ഒരു പ്രവാചകൻ വന്ന് നിങ്ങളോട് സത്യം ഉത്ബോധിപ്പിക്കുമ്പോൾ നിഷേധിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ആ ദുരന്തപൂർവമായ പര്യവസാനങ്ങൾ എന്താണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്?
നിങ്ങൾക്കും അതേ ഗതി വരും എന്നതാണ്. പ്രവാചകനെയും വിശ്വാസികളെയും സമാശ്വസിപ്പിക്കുന്ന വചനങ്ങളും ഈ സൂറത്തിലുണ്ട്. നിരന്തരമായ വേട്ടയ്ക്കിരയാക്കപ്പെടുന്ന, വിമർശനങ്ങൾക്കിരയാക്കപ്പെടുന്ന, ഇസ്ലാമോഫോബിയക്ക് ഇരയാക്കപ്പെടുന്ന, ആദർശത്തിൻ്റെ പ്രസ്ഥാനങ്ങൾ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ ഈ സൂറത്ത് നമ്മളെ വല്ലാതെ പ്രചോദിപ്പിക്കും. വലിയ ആവേശവും പ്രതീക്ഷയും നമുക്ക് നൽകും. അതോടൊപ്പം സൂറത്തിങ്ങനെ കടന്നു പോകുമ്പോൾ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങളെക്കുറിച്ച്, മരണമെന്ന് പറയുന്നതിൻ്റെ അവസ്ഥകളെക്കുറിച്ച്, ധിക്കാരികൾ എല്ലാം നശിച്ച് ഒടുങ്ങി അവസാനം പരലോകത്ത് റബ്ബിൻ്റെ മുമ്പിൽ തലകുമ്പിട്ടവരായി നിൽക്കുന്ന സന്ദർഭങ്ങളെക്കുറിച്ച് സൂറത്ത് സംസാരിക്കുന്നുണ്ട്. അതോടൊപ്പം സത്യവിശ്വാസികളെന്ന് പറയുന്നവരുടെ സ്വഭാവം, അവർ ഉറക്ക അറകളിൽ നിന്ന്, ശയ്യകളിൽ നിന്ന് അവരുടെ വശങ്ങൾ അടർന്നു പോകുന്നു. അവർ അള്ളാഹുവിലേക്ക്, സുജൂദിലേക്കും, റുക്കോയിലേക്കും, തഹജ്ജുദിലേക്കും, നമസ്കാരത്തിലേക്കും പോകുന്ന അതിമനോഹരമായ ഈമാനികമായ കാഴ്ചകളും ഈ സൂറത്തിലൂടെ കടന്നു വരുന്നുണ്ട്. തീർച്ചയായും ഫി ളിലാലിൽ ഖുർആനിൽ ഷഹീദ് സയ്യിദ് ഖുത്ബ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഈ സൂറത്ത് മനുഷ്യൻ്റെ ഹൃദയങ്ങളെ തട്ടി ഉണർത്തുന്നുണ്ട്. നമ്മുടെ ഈമാനികമായി കെട്ടുപോകുന്ന ജ്വാലയെ അത് വീണ്ടും പ്രകാശപൂരിതമാക്കുന്നുണ്ട്. ഉറച്ചുപോയ നമ്മുടെ ചിന്തകളെ അത് വീണ്ടും ഉദ്ദീപിപ്പിക്കുന്നുണ്ട്. ഈ സൂറത്ത് സത്യവിശ്വാസികളെ പ്രതീക്ഷയിലേക്ക് നയിക്കുന്നുണ്ട്. തീർച്ചയായും സൂറത്തു സജദയും അതുപോലെയുള്ള സൂറത്തുകളും നമ്മൾ സാവധാനത്തിൽ ആത്മാഭിമാനത്തോടുകൂടി ആത്മീയ പരിസരത്ത് നിന്നുകൊണ്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെന്നില്ലാത്ത സമാധാനം ലഭിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകും. വിശ്വാസികളുടെ പോരാട്ട ഭൂമിയിൽ അവർക്കത് വല്ലാത്ത ആവേശം പകരും. നമുക്ക് ഈ ലോകത്തെ വിജയത്തെക്കുറിച്ച്, പരലോകത്തിലെ ശാശ്വതമായ സ്വർഗത്തെക്കുറിച്ച് സ്വാഭാവികമായും വല്ലാത്തൊരു ആഗ്രഹം ഉള്ളതുപോലെ തന്നെ അത് സഫലമാകുമെന്ന പ്രതീക്ഷയും ഇത്തരം സൂറത്തുകൾ നമുക്ക് നൽകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സൂറത്ത് സജദയുടെ ബാക്കി ഭാഗങ്ങളും തുടർന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും കാരുണ്യവാനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അവസരം നൽകുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.